യുഎഇയിൽ ലൈസൻസ് ഇല്ലാത്ത 12 ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഏജൻസികൾ അടച്ചുപൂട്ടി. 300 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റുകൾ പ്രോത്സാഹിപ്പിച്ചതിന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തെ 57 ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകളിലായി നടത്തിയ പരിശോധനയിലാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന 12 ഏജൻസികൾ കണ്ടെത്തിയത്. ഈ ഏജൻസികൾ അടച്ചുപൂട്ടി നിയമ നടപടികൾ സ്വീകരിച്ചു. യുഎഇ സാമ്പത്തിക വികസന വകുപ്പുമായി സഹകരിച്ച് ഇത്തരം കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയെന്നും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ലൈസൻസ് ഉള്ള ഏജൻസികൾ നടത്തിയ 300 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായും മന്ത്രാലയം വെളിപ്പെടുത്തി. ഈ മേഖലയിലെ നിയമലംഘനങ്ങൾക്കെതിരെ വിപുലമായ എൻഫോഴ്സ്മെന്റ് നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിയമപരമോ ഭരണപരമോ ആയ ലംഘനങ്ങൾ അനുവദിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഫീൽഡ് പരിശോധനയും ഡിജിറ്റൽ പരിശോധനയും ശക്തമാക്കും. തൊഴിലുടമകൾക്ക് റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ ഫീസ് മുഴുവനായോ ഭാഗികമായോ തിരികെ നൽകാത്തതിനാലാണ് ഭൂരിഭാഗം കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം ലൈസൻസ് ഇല്ലാതെ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് പ്രോത്സാഹിപ്പിച്ചതിന് 230 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അടച്ചുപൂട്ടിയിരുന്നു. ഗാർഹിക തൊഴിലാളി നിയമത്തിലെ വ്യക്തമായ ലംഘനമാണിതെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.